അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് അല്പം ശകല സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അച്ഛനും അമ്മയും കൂടെ ചേർന്ന് നടത്തുന്ന കൃഷിയാണ്. വഴുതനയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, കോവയ്ക്കയുണ്ട്, പടവലങ്ങയുണ്ട്, പയറുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യമൊക്കെ എല്ലാത്തിനും നല്ല വിളവായിരുന്നു. പിന്നെ കണ്ണ് കിട്ടിയതാണോ എന്നറിയത്തില്ല, നടുന്നതെല്ലാം വാടിപ്പോവാണ്. വീടിൻ്റെ മുറ്റം പന്തൽ പോലെ കോവയ്ക്ക നിറഞ്ഞു കിടക്കുമായിരുന്നു. അതെല്ലാം പിന്നീട് കണ്ണ് കിട്ടിയതാണെന്ന് തോന്നുന്നു, ഉള്ളതെല്ലാം വാടിപ്പോയി, കിളുത്ത് വരുന്നതെല്ലാം ഉണങ്ങിപ്പോവായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് കോവയ്ക്കൊക്കെ പറിക്കാൻ പറ്റിയത്. വഴുതനങ്ങ ഒരുപാടുണ്ട്. വീടിൻ്റെ മുറ്റം നിറച്ചും വഴുതനയാണ് നട്ടിരിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവ് കിട്ടുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഒരു 2-2.5 കിലോ വഴുതനങ്ങ പറിച്ച് വിൽക്കാനായിട്ട് പോവാണ്. ഒരു 1/2 കിലോ വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാനും. ബാക്കി വരുന്ന 2 കിലോ വഴുതനങ്ങ പച്ചക്കറിക്കടയിൽ കൊണ്ട് കൊടുക്കാനുമായിട്ടാണ് പോകുന്നത്. മാസത്തിലൊരു 2-3 തവണ ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്ത് ചെറിയൊരു തുക കിട്ടുന്നുമുണ്ട്. വയലറ്റും ഉണ്ട്, പച്ചയുണ്ട്. കൂടുതലും പച്ചയാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം ഈ കാണുന്ന ഇത്രയും ഏകദേശം ഒരു 2 കിലോ അടുത്തുണ്ട്. 2 കിലോ അടുത്തുണ്ടെന്നാണ് കരുതുന്നത്. ഇത് നേരെ കൊണ്ടുപോയി പച്ചക്കറിക്കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ബ്ലോക്ക് പൊടിക്കലുള്ള പച്ചക്കറിക്കടയാണ്. അവിടെ കൊണ്ട് കൊടുത്ത് കിട്ടുന്ന പൈസ മേടിക്കുകയാണ്. അങ്ങനെ പച്ചക്കറിക്കടയിൽ വന്നു, കൊടുത്തു. 70 രൂപ കിട്ടി. 2 കിലോ ഉണ്ടായിരുന്നു. 2 കിലോ പച്ചക്കറിക്ക്, 2 കിലോ വഴുതനങ്ങയ്ക്ക് 70 രൂപ കിട്ടി. ഉള്ള സ്ഥലത്ത് ചെറിയൊരു കൃഷി.